ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനൽ എന്തുവാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അതായത് നമ്മുടെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മുടെ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നുള്ളൊരു മൂവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളും ചെയ്ത് തുടങ്ങിയിട്ടാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലിയാണ് നമ്മൾ കുറച്ച് കണ്ടൻറ്റ് മാറിപ്പോയത്. എന്തായാലും തിരിച്ച് നമ്മുടെ ഒറിജിനൽ കണ്ടൻറ്റിലോട്ട് തന്നെ വരുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ മെയിൻലി നോക്കാൻ പോകുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം 2011 തൊട്ട് വന്നിട്ടുള്ള നമ്മുടെ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും ഫാൻ ഫേവറേറ്റ് ക്യാരക്ടറും കൂടെയാണ് നമ്മുടെ സീസർ എന്നുള്ള ആ ഒരു ഏപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു യൂണിവേഴ്സിലോട്ട് ടൈം ട്രാവൽ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നാൽ അത് പോസിബിൾ ആവില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഒറ്റവാക്കി ഉത്തരം പറയാം, ഇറ്റ്സ് പോസിബിൾ എന്ന് തന്നെയാണെങ്കിൽ എടുത്ത് പറയാൻ പറ്റും. പക്ഷേ പലർക്കും അങ്ങോട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അത് പക്ക ഗ്രൗണ്ടഡ് ആയിട്ടാണ് നമ്മുടെ സീസണിൻ്റെ ട്രാളജിയും ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള നമ്മുടെ കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദീപ്സ്, അത് റീബൂട്ടല്ല, തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അപ്പം ഇതിനകത്ത് ടൈം ട്രാവൽ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ പലർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ 2001 വന്നിട്ടുള്ള പ്ലാനറ്റ് ഓഫ് ദീപ്സ് കണ്ടവർക്ക് പടം കണ്ട് കിളി പോയതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അതിനകത്ത് കത്തിയിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ ആ ഒരു കാര്യം നമ്മളിവിടെ ഉപയോഗിക്കുന്നതേ ഇല്ല. ഒറിജിനൽ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1968 തൊട്ട് വന്നിട്ടുള്ള ഒരു 5 മൂവിയാണ് നമ്മുടെ ഒറിജിനൽ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ എൻ്റെ ഒരു മെയിൻ കോർ എലമെൻറ്റ് ടൈം ട്രാവൽ തന്നെയാണ്. ടൈം ട്രാവൽ ഇല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ്, അതായത് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവത്തതും ഇല്ല. നമുക്കിപ്പോൾ സീസറിൻ്റെ റീബൂട്ട് ഫ്രാഞ്ചൈസി ഉണ്ടാവത്തതും ഇല്ലായിരുന്നു. അപ്പം ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ, അതായത് ഇപ്പോൾ നമുക്കറിയാം സീസറിൻ്റെ 3 ട്രാളജി കഴിഞ്ഞാൽ പുതിയൊരു ട്രാളജിക്കുള്ള തുടക്കത്തിലാണ് ഇപ്പോൾ നമ്മുടെ കിങ്ഡം വച്ച് റിലീസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ സീസണിൻ്റെ യൂണിവേഴ്സിലാണെങ്കിലും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നൊരു സ്റ്റോറി ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു റീബൂട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഈ ഒരു സോഫ്റ്റ് റീബൂട്ട് കിങ്ഡം തൊട്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരു 3-4 മൂവി ടൈം ട്രാവൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോറി 1968 വന്നിട്ടുള്ള ഒരു ഒറിജിനൽ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് മൂവി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം ട്രാവലിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് അതിൻ്റെ സ്റ്റോറി കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അപ്പം അതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും. ഇപ്പം നമ്മുടെ ചാനലിൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് പാർട്ട് മൂവി മാത്രം ഒറിജിനൽ 1968 വന്നിട്ടുള്ള ആ ഒരു പടത്തിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എക്സ്പ്ലനേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ കൂടെ നോക്കുവാണെങ്കിൽ ഇതൊന്നും ഈ കാലത്തൊന്നും ഇട്ട് തീരത്തില്ല. അപ്പം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒത്തിരി മടിയായതുകൊണ്ട് തന്നെയാണ് അതിനകത്തോട്ടൊന്നും ബാക്കി പോകാത്ത. അപ്പോൾ നമ്മളിനി ഈ ഒരു ഇതിനെപ്പറ്റി റിലേറ്റഡ് ആയിട്ട്, അതായത് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് മൂവീസിനെ റിലേറ്റ് ചെയ്തിട്ട് കുറേ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പറഞ്ഞു പോകുന്നതിൻ്റെ അകത്ത് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഈസി ആയിട്ട് കത്തുന്നതായിരിക്കും. അപ്പം കൂടുതൽ ആൾക്കാർ എന്തായാലും അതൊന്നും കാണാൻ പോകുന്നില്ല. അതിനോട് ഒത്തിരി ഇഷ്ടമുള്ളവർ മാത്രമേ തീർച്ചയായിട്ടും ആ ഒരു 68 വന്നിട്ടുള്ള ആ ഒരു മൂവീസൊക്കെ പോയിട്ട് കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ അത് കാണരുതെന്നൊന്നും പറയത്തില്ല. കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഒറിജിനൽ സ്റ്റോറി എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പം ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഫ്രഷേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു കോൺസെപ്റ്റ് എടുത്ത് പറയാം. കോൺസെപ്റ്റ് അല്ല, സ്റ്റോറി ജസ്റ്റ് സിമ്പിളായിട്ട് എടുത്ത് പറയാം. അതായത് ഈ ഒരു ടൈം ട്രാവൽ നമ്മുടെ ഇപ്പോഴുള്ള റീബൂട്ട് ഫ്രാഞ്ചൈസിക്കകത്ത് പോസിബിൾ ആവുമോ എന്നുള്ളൊരു കാര്യത്തിൽ. അതായത് നമ്മുടെ 1968 വന്നിട്ടുള്ള ഒരു സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ എർത്തിലുള്ള കുറച്ച് ആസ്ട്രോനറ്റുകൾ സ്പേസിൽ പോകുന്ന വഴിക്ക് ആക്സിഡൻ്റലി നമ്മുടെ ഒരു വേം ഹോളിൽ കയറിയിട്ട് ഇവരൊരു ഏലിയൻ പ്ലാനറ്റിൽ പോയി വീഴുന്നതായിട്ടാണ് ആ ഒരു മൂവിയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 5-6 ആസ്ട്രോനറ്റ് ഉണ്ട്. അവസാനം ഒരാൾ മാത്രമേ അതിനകത്ത് സർവൈവ് ആവുന്നുള്ളൂ. പക്ഷേ അവർ ചെന്ന് ഇറങ്ങിയിട്ടുള്ള ആ ഒരു പ്ലാനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എയ്പ്സ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റിലാണ് പോയി വീണിട്ടുള്ളത്. പക്ഷേ ഹ്യൂമൻസും ഉണ്ട്. പക്ഷേ ഹ്യൂമൻസ് ഇപ്പം നമ്മുടെ നാട്ടിൽ കുരങ്ങും, അതായത് എയ്പ്സൊക്കെ കാട്ടിൽ അങ്ങനെ ജീവിക്കുന്നത്, അതേപോലെയാണ് നമ്മുടെ ആ ഒരു പ്ലാനറ്റിനകത്ത് എയ്പ്സും കാര്യങ്ങളൊക്കെ ജീവിക്കുന്നത്. അപ്പം ഇത് തികച്ചും ഒരു ഏലിയൻ പ്ലാനറ്റ് എന്നാണ് ഇവർ വിചാരിച്ചെങ്കിലും പടത്തിൻ്റെ ക്ലൈമാക്സിലാണ് അവർ ട്വിസ്റ്റ് പൊളിയുന്നത്. ഇത് എർത്തിൻ്റെ ഫ്യൂച്ചറിലാണ് ഇവർ വന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്, അല്ലാതെ വേറെ ഏലിയൻ പ്ലാനറ്റ് ഒന്നും അല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ അതിന് ശേഷം വന്നിട്ടുള്ള പല മൂവീസിനകത്തൂടെ അവർ കിഡിലായിട്ട് തന്നെ എടുത്ത് കാണിച്ചും തന്നിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ സ്പോയിലാക്കുന്നില്ല. നിങ്ങൾ മാക്സിമം ഒരു മൂവീസ് ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. എന്നാലും നമുക്ക് ജസ്റ്റ് ആ ഒരു ഔട്ട്ലൈൻ സ്റ്റോറിയിലോട്ട് ബാക്കി നോക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ 2011 ശേഷം വന്നിട്ടുള്ള റൈസ് തൊട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള കിങ്ഡം വരെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ സീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതേപോലെ ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു ഫ്രാഞ്ചൈസിനകത്തുണ്ട്. അതായത് ഒറിജിനൽ പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് ഫ്രാഞ്ചൈസിക്ക് അത് സീസർ ഉണ്ടെങ്കിലും ആദ്യത്തെ പടത്തിനകത്തില്ല. പക്ഷേ ആ ഒരു പടത്തിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മെയിൻ 2 ഏപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊർണീലിയസും സിറയും എന്നുള്ള 2 നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ജീവിക്കുന്ന 2 ഏപ്പുകളെയാണ് നമുക്ക് അതിനകത്ത് കിട്ടിയിട്ടുള്ള മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പം ആ 2 ഏപ്സിനും ഉണ്ടാകുന്ന കുട്ടിയാണ് നമ്മുടെ സീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ആ ഒരു സീസറിൻ്റെ ജന്മത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പ്ലാനറ്റ് ഓഫ് ദി ഏപ്സിൻ്റെ ഈ ഒരു ഒറിജിനൽ സ്റ്റോറി തന്നെ സ്റ്റാർട്ട് ആവുന്നതെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും. പക്ഷേ അവിടുത്തെ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി എടുത്ത് പറയാം. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് ആസ്ട്രോനറ്റുകൾ ആ ഒരു ഫ്യൂച്ചറിൽ പോയി വീഴുന്നുണ്ട്, അതായത് ഈ ഒരു ഏപ്സ് ഉള്ള ആ ഒരു പ്ലാനറ്റിൽ, നമ്മുടെ എർത്തിൽ തന്നെ. അപ്പം അവിടെ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ, അതിനകത്ത് നമ്മുടെ മനുഷ്യരിലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ തന്നെയാണ് ജോർജ് ടൈലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു ക്യാരക്ടർ പരിചയപ്പെടുന്ന 2 ക്യാരക്ടറാണ് കൊർണീലിയസും സിറ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സീസറിൻ്റെ അമ്മയും അപ്പനും എന്നുണ്ടെങ്കിൽ എടുത്ത് പറയാൻ പറ്റും. അപ്പം ആ ഒരു വന്നിട്ടുള്ള സ്പേസ് ഷിപ്പിൽ, അതായത് നമ്മുടെ കൊർണീലിയസും സിറയും ഒരു സിറ്റുവേഷനിൽ, ആ സിറ്റുവേഷൻ എന്തുവാണെന്ന് ഞാൻ പറയുന്നില്ല,
ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു സ്പേസ് ഷിപ്പിൽ കയറിയിട്ട് സ്പേസിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പം ആ ഒരു അവസ്ഥയിൽ അവർ പോയി ഇറങ്ങുന്ന പ്ലാനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ പാസ്റ്റിൽ, അതായത് നമ്മളൊക്കെ ജീവിക്കുന്ന കാലത്താണ് നമ്മുടെ കൊർഡീലിയസും സിറയും വന്ന് ഇറങ്ങുന്നത്. ഈ ഒരു ടൈമിൽ നമ്മുടെ സിറ ഇച്ചിരി പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം ആ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള കുട്ടി ജനിക്കുന്നത് നമ്മുടെ പാസ്റ്റിലുള്ള എർത്തിലാണ്. അതായത് ഇപ്പം എയ്പ്സ് ഒന്നും ഡോമിനൻ്റ് ആയിട്ടില്ല എന്നുള്ളൊരു ടൈം ഉണ്ടല്ലോ. അതായത് ഇപ്പം കാട്ടിലാണല്ലോ നമ്മുടെ എയ്പ്സും കുരങ്ങുകളെല്ലാം ജീവിക്കുന്നത്. അപ്പം ആ ഒരു ടൈമിൽ വന്നിട്ട് നമ്മുടെ ഈ 2 കുരങ്ങുകൾക്കും അല്ലെങ്കിൽ ഈ ഒരു എയ്പ്സിനും ഉണ്ടാകുന്ന കുട്ടിയാണ് നമ്മുടെ സീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു സീസർ വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിയുള്ളത് കൊണ്ട് മറ്റു കുരങ്ങനെ കാണുമ്പം, അതായത് മറ്റ് എയ്പ്സിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും അവരെ സഹായിക്കണം, അല്ലെങ്കിൽ ഈ ഒരു അടിമത്തത്തിൽ നിന്ന് മാറ്റണം, അവരെയും ഞങ്ങളെപ്പോലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളൊരു തോട്ട് നമ്മുടെ സീസറിന് എന്തായാലും വരാതിരിക്കത്തില്ല. അപ്പം അതിന് ശേഷം വരുന്ന ഒരു സ്റ്റോറി തന്നെയാണ് നമ്മുടെ ഒറിജിനൽ പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബാക്കി ഞാൻ പറഞ്ഞ ഒന്നും സ്പോയിൽ ചെയ്യുന്നില്ല. അതൊരു 5 പടം ഉണ്ട്. 5 പടം അത്യാവശ്യം കിടിലൻ പടങ്ങൾ തന്നെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി കൂടുതലും 1968 വന്നിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് പടമാണെങ്കിലും അതിന് ശേഷം വന്നിട്ടുള്ള സ്റ്റോറിയാണ് നമ്മുടെ സീസറിനെ ബേസ് ചെയ്ത് കാണിക്കുന്നെങ്കിലും അതൊരു ടൈം ലൂപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എൻ്റയർ സ്റ്റോറി ഇരിക്കുന്നതെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും. അപ്പം ഈ ഒരു സീസർ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫ്യൂച്ചറിൽ നമ്മുടെ ഈ എർത്ത് മൊത്തം ഈ ഒരു എയ്പ്സിന് ഒരു എവല്യൂഷൻ ഉണ്ടായി മാറുന്നത്. മനുഷ്യരങ്ങനെ ഈ ഒരു കാട്ടിലോട്ട് പോയെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ആ ഒരു പടത്തിൽ പറയുന്നുണ്ട്. അത് ഞാൻ സ്പോയിലാക്കുന്നില്ല, നിങ്ങൾ കണ്ടതിനറിയാം. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ റീബൂട്ടായിട്ടുള്ള 2011 ശേഷം വന്നിട്ടുള്ള ഇപ്പോൾ ഉള്ള നമ്മുടെ ഈ ഒരു ഫ്രാഞ്ചൈസിക്കകത്ത് വർക്കൗട്ട് ആവുകയും ചോദിച്ചാൽ തീർച്ചയായിട്ടും വർക്കൗട്ട് ആവും. അതിനുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദി എയ്പ്സിനകത്ത് അവർ കാണിച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഭയങ്കരമായിട്ടൊന്നും അവർ ടീസ് ചെയ്ത് വിട്ടിട്ടില്ലെങ്കിലും സ്പേസിനെ കുറേ അവർ ടീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കിങ്ഡത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മൂവി എന്തരാവും എന്നുള്ള കാര്യത്തിൽ നമുക്കറിയത്തില്ല. അതായത് ടൈം ട്രാവലിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ എടുത്തങ്ങ് കാണിക്കുമോ അതോ പയ്യെ ഓരോ മൂവിക്കകത്തോടെ ടീസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മൂവിക്കകത്ത് മെയിനായിട്ട് കാണിക്കുന്നതാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ കാണിച്ചത് സ്പേസും കുറേ കാര്യങ്ങളൊക്കെ അവർ ടീസ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് മൂവി തീർച്ചയായിട്ടും ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു പടത്തിനകത്ത്, അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള ഫ്രാഞ്ചൈസിക്കകത്ത് ഈ ഒരു ടൈം ട്രാവൽ സിങ്ക് ആവില്ലെന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വീഡിയോയ്ക്കകത്ത് തന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കേട്ട് തല പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഒറിജിനൽ കഥ എടുത്ത് നിങ്ങൾ കാണുവാണെങ്കിൽ ആദ്യം ജസ്റ്റ് ഒന്ന് ചിന്തിക്കേണ്ടി വരും. ഒരു റീവാച്ച് അടിക്കുമ്പോഴും മിക്കവാറും പല കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കത്തത്തുള്ളൂ. പക്ഷേ അത്രയും കോംപ്ലക്സ് അല്ല നമ്മുടെ ഇപ്പോഴത്തെ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. പക്ക ഗ്രൗണ്ടഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒരു തോട്ട് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന വരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ ഇപ്പോൾ അതുപോലെയുള്ള നെക്സ്റ്റ് വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന വരെ എല്ലാവർക്കും ബൈ ഗൈസ്.